ശിവഗിരി ശിഖരാഗ്രേ ദിവ്യപദ്മാസനസ്ഥം വരദമഭയഹസ്തം പാപവിധ്വംസപാദം സുജനനികരസേവ്യം ചാരുകാരുണ്യനേത്രം കലികലുഷവിനാശം നൗമി നാരായണാഖ്യം. അംബ യോഗി മൃഗിതാം പരാഭിതാം ത്വാം വിഭിന്ന പരിണാമസുന്ദരീ പുഷ്കലാർത്ഥവിഭവാം ഉപാസ്മഹേ സ്ഫുടദർശിതവിചിത്രവിഭ്രമാം. ഓം സഖനാ ഭവതു സഖനോ ഭുനക്തു സഖ വീര്യം കരവാവഹൈ തേജസ്വിനാമതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം 350 നമ്പർ ഓതറ ശാഖയുടെ സമാദരണീയരും അനുഗ്രഹീതരുമായ ഭരണസാരഥികളെ, സ്നേഹമുള്ള വിവിധ പോഷക സംഘടന അംഗങ്ങളെ, സർവോപരി ഗുരുവചനത്തെ ശ്രവിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയമുള്ള ഗുരുഭക്തരെ, ഏവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിത്യജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ആധികാരികമായിട്ട് അറിയുന്നതിനും അതിലുമുപരി അറിയിക്കുന്നതിനും ഏതൊരു അവസരവും വിനിയോഗപ്പെടുത്തുന്ന നമ്മുടെ ഗുരുപദം ടിവിയുടെ ഗുരുപദം ഇന്ന് ഗുരുമഹിമാവേന്തി മുന്നേറുമ്പോൾ അതിൻ്റെ അമരക്കാരനും സൂത്രധാരനുമായിട്ടുള്ള പ്രിയ സഹോദരൻ അനീഷ് ഈ ശാഖയിൽ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ ഏറെ അനുഗ്രഹിക്കപ്പെട്ട നിങ്ങളേവർക്കും മുന്നിൽ 2ാമത് പ്രാവശ്യവും ഗുരുമഹിമയുടെ ഇളം തെങ്ങലായി കടന്നു വരുവാൻ സാധിച്ചത് എന്നെ സംബന്ധിച്ച് അത്യന്തം ആനന്ദപ്രദമാണ്. ജ്ഞാനത്താൽ സർവം തന്നിലൊന്നായി കണ്ട, ജ്ഞാനത്തിൽ അനുകമ്പ സമന്വയത്താൽ വിപ്ലവം സൃഷ്ടിച്ച, ജ്ഞാനത്തിൽ കരുണയും മുദ്രിതമാക്കപ്പെട്ട സർവലോകാനുരൂപനായി തീർന്ന ഭഗവാൻ സ്വാമി തൃപ്പാദങ്ങളുടെ 171ാമത് തിരുവവതാര സ്മരണകൾ ഉയർത്തി വിവിധ പരിപാടികളിലൂടെ ലോകമെങ്ങും സമുചിതമായി ആഘോഷിക്കുമ്പോൾ ഏതൊരു പ്രവൃത്തിക്കും അതിന് ഒരു ഉദ്ദേശ്യശുദ്ധി വേണമെന്നുള്ള ഗുരുവിൻ്റെ ആഗ്രഹത്തെ സഫലീകരിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ആ ജ്ഞാനസരണിയെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സുദിനത്തെ ഇന്ന് നിങ്ങളേവരും അതിമനോഹരമാക്കുമ്പോൾ ആയതിൻ്റെ ഒരു ഭാഗമാകുവാൻ എനിക്ക് സാധിച്ചത്
വളരെ യാദൃച്ഛികവും അതിലുപരി ഗുരുകൽപ്പിതവുമായിരുന്നു എന്നതാണ് വാസ്തവം. ജ്ഞാനയോഗത്തിൽ വർത്തിച്ച ജ്ഞാനിവര്യനായ ശ്രീനാരായണ ഗുരുവിനെ അടുത്തറിയണമെങ്കിൽ നമ്മൾ ആ ജ്ഞാനസരണിയിലൂടെ തന്നെ പോകേണ്ടതായിട്ടുണ്ട്. ജ്ഞാനിക്കു സത്തുലകു ചിത്തു സുഖസ്വരൂപം ആനന്ദമല്ലനർദമജ്ഞനിത പ്രകാശം. ഇവിടെ ജ്ഞാനിയുടെയും അജ്ഞാനിയുടെയും ലോകവീക്ഷണത്തെ അദ്വൈത ദീപികയിലൂടെ ഗുരു വിളിച്ചോതുമ്പോൾ, ഒരു ജ്ഞാനിക്ക് ഈ ലോക ജീവിതം ആനന്ദപ്രദമാണ്. പ്രാപഞ്ചിക വിഷയങ്ങളിലെല്ലാം ഒരു ജ്ഞാനി ആനന്ദം അനുഭവിക്കുമ്പോൾ, ഒരജ്ഞാനിയെ സംബന്ധിച്ച് എന്തായിരിക്കും? അവൻ ഏറിയ കൂറും ജീവിതത്തിൽ ദുഃഖമായിരിക്കും പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിൽ നിന്നും അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ തിരുവവതാര സുദിനത്തെ ആ ജ്ഞാനയോഗത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വീക്ഷിക്കുവാനായിട്ട് ഓതറ 350 നമ്പർ ശാഖ, അതിൻ്റെ പ്രവർത്തനം അഭിനന്ദനാർഹവും തികച്ചും മറ്റ് ശാഖകൾക്കു കൂടി പ്രചോദനവുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സന്ദേഹവുമില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണർന്ന് പ്രവർത്തിച്ചോ അവർക്കൊക്കെയും നമുക്കൊരു പ്രോത്സാഹനമായിട്ട് നല്ലൊരു കയ്യടി കൊടുത്താലോ? ആഞ്ഞടിക്ക് പോരാ. കാരണം ദീർഘവീക്ഷണവും അതിലുമുപരി ഉദ്ദേശ്യശുദ്ധിയും ഉള്ള ശാഖായോഗം പ്രസിഡന്റ്, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ അവരെ കേൾക്കുവാൻ തയ്യാറായിട്ടുള്ള നമ്മുടെ ശാഖാംഗങ്ങൾ എല്ലാവരും കൂടി ഒത്തൊരുമിക്കുന്നിടത്താണ് ഇതുപോലെ വിജ്ഞാനപ്രദമായ പരിപാടികൾ നടക്കുന്നത്. അല്ലാതുള്ള ഇടങ്ങളിൽ ഇന്ന് ചതയം തിരുവവതാര സുദിനം ആഘോഷിക്കുമ്പോൾ, ആഘോഷങ്ങൾ വെറും ആട്ടങ്ങളാകുമ്പോൾ, ഇന്നത്തെ സാമൂഹിക പരിസ്ഥിതിയിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മളൊന്ന് ചുറ്റുവട്ടത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അരിഷ്ഠിതമായ സാമൂഹിക ബന്ധങ്ങൾ, ശിഥിലമായ കുടുംബജീവിതം, മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയായി ഭാവിയുടെ ചോദ്യചിഹ്നമായി നിൽക്കുന്ന യുവതലമുറ, ഇങ്ങനെയൊക്കെയുള്ള ഇടങ്ങളിൽ ഗുരുവിൻ്റെ മഹിതമായ ദർശനം, മഹിതമായ ആ തിരുവചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഇതുപോലുള്ള സത്സംഗങ്ങളും പ്രഭാഷണങ്ങളും ഒരു ചെറിയ മിന്നാമിനുങ്ങ് വെട്ടമെങ്കിലും ആകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം, അല്ലയോ? പരം നമ്മെ ഉയർത്തുവാൻ പരമപുരുഷൻ സ്വാമി തിരുവവതാരം ചെയ്ത സുദിനമല്ലോ. നമ്മെ ഉയർത്തുവാനായിട്ട് പരമപുരുഷനായ സ്വാമി തൃപ്പാദങ്ങൾ തിരുവവതാരം ചെയ്ത സുദിനമല്ലേ? നമുക്കത് ആഘോഷമാക്കണ്ടേ? വേണോ? അതിന് നമുക്ക് എന്ത് ചെയ്യണം? നല്ല ഒരു യാത്ര പോയാലോ? നമുക്കെല്ലാവർക്കും ഒത്തുചേർന്നൊരു യാത്ര പോകാം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? മറുപടി ഇങ്ങോട്ട് കേൾക്കുന്നില്ലല്ലോ. സുഖം, സന്തോഷം. അപ്പം യാത്ര പോകുമ്പോൾ സുഖമൊക്കെ അന്വേഷിക്കണ്ടേ? അപ്പം നമുക്ക് ഒരു യാത്ര പോകാം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നിരീക്ഷിച്ചിട്ടുണ്ടോ? ചിലർക്ക് പേഴ്സ് നഷ്ടപ്പെടും, ചിലർക്ക് ബാഗ് നഷ്ടപ്പെടും,
ചിലർക്ക് പണം നഷ്ടപ്പെടും, മൊബൈൽ നഷ്ടപ്പെടും. നഷ്ടങ്ങളുടെ ഒരു തീരാ കണക്ക് പറയുന്ന യാത്രകളുമുണ്ട്, അല്ലയോ? എന്നാൽ ആസ്വദിക്കുന്ന യാത്രകളുമുണ്ട്. അപ്പം നഷ്ടങ്ങൾ വരുന്നത് എന്തുകൊണ്ട് എന്ന് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. എന്താണ് അമ്മച്ചി? ശ്രദ്ധക്കുറവ് ആണോ? ശ്രദ്ധക്കുറവ് കൊണ്ട് ഇതുപോലെ നഷ്ടങ്ങൾ വരും. അപ്പം നമ്മൾ ഈ പോകുന്ന യാത്രയിൽ എന്താണ് ആവശ്യം? അല്പം ശ്രദ്ധ. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ളവന് ജ്ഞാനം ലഭിക്കും, ശ്രദ്ധയുള്ളവന് ആനന്ദം ലഭിക്കും. ശ്രദ്ധയുള്ളവൻ യാത്ര ചെയ്താൽ സന്തോഷകരമായിട്ട് യാത്ര അനുഭൂതിദായകമായിരിക്കും, അല്ലയോ? അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയെ സാദരം ക്ഷണിച്ചുകൊണ്ട് നമുക്ക് യാത്ര പോകാം. അതിനു മുൻപായിട്ട് നമ്മൾ എടവും വലവും ഇരിക്കുന്നവരെ ഒന്ന് ശ്രദ്ധിച്ചേ. യാത്ര പോകുമ്പോൾ ഇടവും വല്ലതും ശ്രദ്ധിക്കാറുണ്ടോ? മുന്നും പുറകും ശ്രദ്ധിക്കാറില്ലയോ? ശ്രദ്ധിക്കുമോ? എന്താ ഒരു പ്രസാദമില്ലാതിരിക്കുന്നേ? പിടുത്തം വെച്ചിട്ടാണോ വന്നേ? നമ്മൾ യാത്ര പോകുമ്പം ഇടതും വലതും ഇരിക്കുന്നവരെ ശ്രദ്ധിക്കും. ഞാൻ ശ്രദ്ധിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുമോ? അപ്പോൾ എന്ത് ചെയ്യണം? നമുക്കിപ്പം ഇടതുവശത്തിരിക്കുന്ന ആളെ നോക്കിയും വലതുവശത്തിരിക്കുന്ന ആളെ നോക്കിയും ഒന്ന് പുഞ്ചിരിച്ചിട്ട് കൈത ഇങ്ങനൊന്ന് കൂപ്പിക്കേ. അയ്യോ, ആ അമ്മച്ചി നേരെ ഇരുന്ന് ഇങ്ങനെ കൂപ്പുക. ഇടത്തും വലതും ഇരിക്കുന്നവരോട് പിണക്കാണോ? ഈ അമ്മച്ചി സെറ്റെടുത്തേ പിണക്കമാണോ? ശരിക്കൊന്ന് അടുത്തിരിക്കുന്നവരെ ഒന്ന് പരസ്പരം ഒന്ന് പുഞ്ചിരിച്ചിട്ടൊന്ന് കൈകൂപ്പിക്കേ. ആണ്ട, ഒരാൾ കൈ കൂപ്പുന്നില്ല. പിണക്കമാണോ അമ്മയോട്? അങ്ങോട്ട് നോക്കി കൈകൂപ്പ്. ആരെങ്കിലും ചെയ്യാത്തതുണ്ടോ? ഞാൻ കാണുന്നേ ഇല്ല. ഇടതുവശത്തിരിക്കുന്നവരെ നോക്കി കൈകൂപ്പിക്കേ. ഇടതും വലതും കൂടി ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന കൈകൂപ്പ്. ഇനി വിരോധമില്ലെങ്കിൽ എന്നെ നോക്കി ഒന്ന് പുഞ്ചിരി തരാവോ? ഒരു ചെറിയ പുഞ്ചിരി എനിക്ക് തരുവോ? ഷോ, എന്നോട് പിണക്കമുണ്ടോ? ഇനി എനിക്കൊരു കൂപ്പ് തരുവോ? ഇതെന്തിനാണ് ഇങ്ങനെ? ഒരിക്കലും സ്വാമി തൃപ്പാദങ്ങളുടെ ഒരു ജീവചരിത്രം എഴുതിയാൽ കൊള്ളാം എന്നുള്ള തൻ്റെ ആഗ്രഹത്തെ നടരാജഗുരു തൃപ്പാദ സന്നിധിയിൽ ഉണർത്തിയപ്പോൾ അവിടുന്ന് അർത്ഥഗർഭമായി ഇപ്രകാരം ചോദിച്ചു: മനുഷ്യർ വിശ്വസിക്കുമോ? ഈ വാക്കിൻ്റെ പൊരുളിലേക്ക്, ആന്തരിക അർത്ഥതലങ്ങളിലേക്ക് നാം ഒന്ന് എത്തി നോക്കുവാൻ തയ്യാറാകുകയാണ് എങ്കിൽ കൂടുതൽ കൂടുതൽ സങ്കീർണവും അതിലേറെ സമാകർഷകവുമായ ഒരത്ഭുത പ്രതിഭാസത്തെയാകും നമുക്ക് കാണുവാൻ സാധിക്കുക. കാരണം അപാരമായ അറിവിൻ്റെ, നിഗൂഢമായ അഖണ്ഡ ബോധത്തിൻ്റെ, പരമമായ സത്യത്തിൻ്റെ ഒരനന്ത മഹാസമുദ്രത്തിന് മുൻപിലാണ് നാം എത്തപ്പെടുക. ഗുരുവിനെ ദർശിക്കുമ്പോൾ മഹിമാവാർന്ന അവിടുത്തെ തിരുസ്വരൂപത്തെ അറിയുവാൻ ശ്രമിക്കുമ്പോൾ ഒരനന്ത മഹാസമുദ്രത്തിന് മുൻപിലാണ് നാം എത്തപ്പെടുക. ആ സമുദ്രത്തിന് മുന്നിൽ ചെന്ന് നിന്നിട്ട് വെള്ളത്തിലിറങ്ങാതെ സമുദ്രത്തെ വീക്ഷിക്കുന്നവനെ സംബന്ധിച്ച് ആ സമുദ്രം എപ്രകാരമായിരിക്കും? തിരയിളക്കങ്ങൾ മാത്രമായിരിക്കും. ആണോ അല്ലയോ? നമ്മൾ കടത്തീരത്ത് ചെന്ന് നിന്നിട്ട് കടലിനെ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും കാണുവാൻ സാധിക്കുന്നത്? എന്താണ് അമ്മച്ചി?
അതേസമയം കടലിലേക്ക് ഇറങ്ങുവാൻ ശ്രമിക്കുന്നവനെ സംബന്ധിച്ച്, അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ ശ്രമിക്കുന്നവരെ സംബന്ധിച്ച് അവിടെ തിരയിളക്കങ്ങൾ മാത്രമല്ല ഉള്ളത്, അഗാധമായ ആഴത്തിൻ്റെ ശാന്തത അനുഭവിക്കുവാൻ സാധിക്കും. നമ്മൾ ഗുരുവിനെ വീക്ഷിക്കുമ്പോഴും ജ്ഞാനയോഗത്തിൽ വർത്തിച്ച ജ്ഞാനിവര്യനായ സ്വാമി തൃപ്പാദങ്ങളെ നമ്മൾ ആ ജ്ഞാനസരണിയിലൂടെ ഇറങ്ങി തന്നെ വേണം അറിയുവാൻ. അല്ലെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? ബാഹ്യമായ രൂപം കണ്ടിട്ട് ഗുരു നമുക്ക് എങ്ങനെയൊക്കെ തോന്നും, സാമൂഹിക പരിഷ്കർത്താവായിട്ടും നവോത്ഥാന നായകനായിട്ടും വിപ്ലവത്തെ പുനരവതരിപ്പിച്ച ഋഷിയായിട്ടുമൊക്കെ അനുഭവപ്പെടും. നമുക്കങ്ങനെ കേവല തിരയിളക്കങ്ങൾ മാത്രമാവാതെ ഗുരുവാകുന്ന ആ അനന്ത മഹാസമുദ്രത്തിലേക്ക് ഒന്നൂളിയിട്ട് ഇറങ്ങാം. കാരണം വാദിനാം വാദിനെ വാചം യമാനാം മൗനഭാജിനെ, വാക്കുകളെ യമനം ചെയ്ത് മൗനനിലയിൽ വർത്തിച്ചിരുന്ന ഗുരു ആ മൗനത്തെ ഭഞ്ജിച്ചുകൊണ്ട് എപ്പോഴെങ്കിലും ആ തിരുനാവിൽ നിന്നും എന്തെങ്കിലും ഒന്ന് അടർന്നു വീഴുമ്പോൾ അതൊക്കെ മന്ത്രനിസ്വനങ്ങളായിരുന്നു. എന്താണ് മന്ത്രം? മനനാത് ത്രായതേ ഇതി മന്ത്ര. മനനം ചെയ്യുമ്പോൾ നമ്മെ ത്രാണനം ചെയ്യുന്നത് എന്താണോ? എന്താണ് ത്രാണനം? രക്ഷിക്കുക. മനനം ചെയ്താൽ നമ്മെ രക്ഷിക്കുന്നത് എന്താണോ അതാണ് മന്ത്രം. ആ നിലയിൽ ഗുരുവിൻ്റെ തിരുനാവിൽ നിന്നും മുതിർന്നു വന്ന ആ മന്ത്രനിസ്വനങ്ങളെ ഒന്ന് അവലോകനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, വിശ്വമാനവികതയെ വിശ്വശാന്തിയിലേക്ക്, വിശ്വസാഹോദര്യത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ വിശ്വമന്ത്രമായിരുന്നു ഗുരുവചനങ്ങൾ ഓരോന്നും. ആരുടെയും ജീവിതമണ്ഡലത്തെ പാടെ ഉപേക്ഷിക്കുവാനല്ല ഗുരു ഉപദേശിച്ചത്, അല്പം കൂടി ധാർമ്മികമായിട്ട് ശുദ്ധീകരിക്കപ്പെടുവാനും മൂല്യനവീകരണം നടത്തുവാനുമാണ് സ്വാമി തൃപ്പാദങ്ങൾ ഓരോ മനുഷ്യനോടും ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ തൃപ്പാദങ്ങളെ സംബന്ധിച്ച് സർവവിധ മനുഷ്യരുടെയും പ്രശ്നങ്ങളിൽ അത്യന്തം കാരുണ്യപൂർവം ഇടപെട്ടുകൊണ്ട് തന്നെ അവിടുന്ന് സമസ്ത പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടുകൊണ്ടു തന്നെ ഇവിടെ ഒരു ലൗകികനായിട്ടല്ല, മറിച്ച് ഒരു ലൗകികൻ പോൽ മരുവി. അതാണ് സത്യം. ആ തിരുവവതാരം ഇവിടെ ജന്മം കൊണ്ടപ്പോൾ സർവവിധ മനുഷ്യരുടെയും പ്രശ്നങ്ങൾക്ക്, സമസ്ത പ്രശ്നങ്ങൾക്കും പരിഹാരവുമായിട്ട് ലൗകികൻ പോൽ മരുവി ജീവിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയുള്ള ഗുരുവിൻ്റെ ആ ദർശന മഹിമയെ അല്പം പോലും ഗൗനിക്കാതെ ഗുരു ഒരു സാധാരണ മനുഷ്യനല്ലേ? വയൽവാരത്തു വീട്ടിൽ മാടനാശാനും കുട്ടിയമ്മയ്ക്കും പിറന്ന ഒരു സാധാരണ മനുഷ്യനല്ലേ? പിന്നെന്തിന് ഭഗവത് സ്വരൂപമായിട്ട് ആരാധിക്കുന്നു? എന്തിന് ദൈവമായിട്ട് വണങ്ങുന്നു എന്നുള്ള ചോദ്യചിഹ്നങ്ങൾ വരുമ്പോൾ യഥാർത്ഥമായ വസ്തുതകളെ, യഥാർത്ഥമായ ചരിത്രത്തെ, ഗുരുവിൻ്റെ യഥാർത്ഥമായ സ്വരൂപത്തെ മറച്ചു പിടിച്ചുകൊണ്ട് ചരിത്രം സൃഷ്ടിക്കുമ്പോൾ
അവരോട് എനിക്കൊരു ചോദ്യമുണ്ട്. നാരായണ ഗുരു ഈശ്വരാവതാരമായ ഋഷിയോ അതോ ഋഷിയായ ഗുരുവോ? കഠിനമായ തപത്തിലൂടെ, കഠിനമായ തപസ്സിലൂടെ ആത്മസംയമനം നേടി പരമാത്മപദത്തിൽ എത്തിച്ചേർന്ന ഒരു ഈശ്വര സ്വരൂപതയാണോ നമുക്ക് ശ്രീനാരായണ ഗുരുദേവനിൽ ദർശിക്കുവാൻ സാധിക്കുന്നത്? ആണോ സഹോദരങ്ങളെ? പരമാത്മപദത്തിൽ എത്തിച്ചേർന്നതിന് മാത്രം, സന്യാസിയായി ആത്മസംയമനം നേടിയതിനു ശേഷം മാത്രം കാണുന്ന ഒരാത്മസ്വരൂപതയാണോ ഗുരുവിൽ നമുക്ക് ദർശിക്കുവാൻ കാണുന്നത്? മറ്റു ലോക ഗുരുക്കന്മാരൊക്കെയും അങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ജ്ഞാനോദയമുണ്ടായി ആത്മസാക്ഷാത്കാരം നേടിയതിന് ശേഷം മാത്രം ലോകത്തിനു മുന്നിൽ ഗുരുക്കന്മാരായിട്ട് അറിയപ്പെട്ട പലരെയും നമുക്കറിയാം. പക്ഷേ അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണ് എങ്കിൽ ഞാൻ രണ്ടാമത് പറഞ്ഞ ഋഷിയായ ഒരു ഗുരു മാത്രമാകും ശ്രീനാരായണ ഗുരുദേവൻ. പക്ഷേ നമ്മെ സംബന്ധിച്ച് അതല്ലല്ലോ ചോദ്യം. ഈശ്വരാവതാരമായ ഋഷിയോ നാരായണ ഗുരു? അതിനുള്ള ഉത്തരം തേടുമ്പോൾ യാതൊരു പക്ഷപാതവുമില്ലാതെ സമബുദ്ധിയോടുകൂടി ഗുരുവിനെ വീക്ഷിക്കുമ്പോൾ നമുക്ക് അടിയുറച്ചു പറയുവാൻ സാധിക്കും, ജന്മം കൊണ്ട് തന്നെ ഈശ്വര സ്വരൂപത നിറഞ്ഞു നിന്ന ശിശുവിൻ്റെ ജനനമാണ് ഇന്നേ ദിവസം സംഭവിച്ചത്. എന്താണ് ഭഗവാൻ എന്നതിൻ്റെ അർത്ഥം? ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, നിസ്സംഗത്വം. സമ്പൂർണം ഭഗവത് പാദരായിട്ട് തന്നെ, നിസ്സംഗനായിട്ട് തന്നെയാണ് സ്വാമി തൃപ്പാദങ്ങൾ ഈ ഭൂമിയിലേക്ക് തിരുവവതാരം കൈക്കൊള്ളുന്നത്. ആ കാഴ്ച കാണുന്നതിന് നമുക്ക് ചെമ്പഴന്തി ഗ്രാമത്തിലേക്ക് പോകാം. റെഡിയാണോ? ആണോ? സന്തോഷമായിട്ടിരുന്നേ. ഗുരുവിൻ്റെ തിരുവവതാരം സംഭവിക്കാൻ പോകുകയാണ്. സന്തോഷം വേണ്ടയോ? നമ്മെ നാമാക്കിയ ഗുരുവിൻ്റെ തിരുവവതാര ലീലകളിലേക്ക് പോകുമ്പോൾ സന്തോഷമായിട്ടിരിക്കുക. അതാ ചെമ്പഴന്തി ഗ്രാമത്തിൽ പോകാം നമുക്ക്. ചെമ്പഴന്തി ഗ്രാമത്തിലേക്ക്. അവിടെ കീർത്തി കേട്ട കുടുംബം, രാജാക്കന്മാരാൽ പോലും പ്രശംസനീയമാകപ്പെട്ട, പൂർവപിതാക്കന്മാരാൽ യശസ്സാർന്ന കുടുംബത്തില് അതാ നമ്മുടെ ദിവ്യനായ മാടനാശാൻ തൻ്റെ പ്രിയ പത്നി, മാടനാശാൻ്റെ പ്രിയ പത്നി ദിവ്യയായ മാതാവ് ശ്രീ കുട്ടിയമ്മ ഇതാ പ്രസവ വേദന കൊണ്ട് നന്നേ വിഷമിക്കുന്നു. സ്വാതിയായ, തേജസ്വിനിയായ, അതിസുന്ദരിയായ, പുണ്യവതിയായ കുട്ടിയമ്മയെ ദാ പ്രസവത്തിനായിട്ട് നമ്മൾ ഇന്ന് കാണുന്ന വയൽവാരത്ത് ഭവനത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അവിടെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഗുരുവിൻ്റെ പ്രസവം നടക്കുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ പോവുകയാണ്. കാണം വിറ്റും ഓണമുണ്ണുന്ന മലയാള നാട്ടിൽ ഉത്രാടം, തിരുവോണം, അവിട്ടം കഴിഞ്ഞ് ഇതാ ചതയത്തും നാളിൽ പ്രഭാതം കഴിഞ്ഞ് സൂര്യകിരണം വീശിത്തുടങ്ങവേ വയൽവാരത്ത് വീടിൻ്റെ ഉമ്മറത്ത് മൂന്നുറിക്കുരവ അടർന്നു വീണു. ആ നാടൻ ശംഖലിയുടെ നാദം കേട്ടപ്പോൾ
അയൽവാസികളെല്ലാം നിരൂപിച്ചു, വയൽവാരത്തു പിറന്നത് ആൺകുട്ടി തന്നെ. അന്നത്തെ നാട്ടുനടപ്പനുസരിച്ച് ആൺകുട്ടിയാണ് എങ്കിൽ 3 പ്രാവശ്യം കുരവിടും. അപ്പോൾ അയൽവാസികളെല്ലാം വിചാരിച്ചു, വയൽവാരത്തു പിറന്നത് ആൺകുട്ടി, കുടുംബത്തിന് ഊന്നാകേണ്ട ജന്മം. അതുകൊണ്ട് തന്നെ വയൽവാരത്തു ഭവനത്തിൽ സന്തോഷം അലതല്ലി. പക്ഷേ പ്രസവമെടുക്കുന്ന ഇന്നത്തെ പോലത്തെ ഹോസ്പിറ്റലുകൾ ഒന്നുമില്ലല്ലോ. അന്ന് ഉണ്ടോ? അന്ന് വയറ്റാട്ടിയാണ് പ്രസവമെടുക്കുന്നത്. വയറ്റാട്ടിക്ക് ആകെ പരിഭ്രമമായി. എന്താണ് കാരണം? ജനിച്ച ശിശു കരയുന്നില്ല. പൊക്കിൾക്കൊടി മുറിക്കുക തുടങ്ങി. സാധാരണ എല്ലാ കുട്ടികൾക്കും ചെയ്യുന്നത് പോലെ, എല്ലാ അമ്മമാരും പ്രസവിക്കുന്നത് പോലെ തന്നെ എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ടും അവിടെ പിറന്ന കുട്ടി കരയുന്നില്ല. വയറ്റാട്ടി ആകെ വിഷമിച്ചു. എന്നിട്ട് പുറത്തു വന്നു പറഞ്ഞു, കുട്ടി കരയുന്നില്ല. അപ്പോൾ സന്തോഷാതിരേകത്താൽ ആനന്ദ പുളകിതരായി നിന്ന മാടനാശാനും അമ്മാവന്മാരും അയൽവാസികൾക്കും എല്ലാം ആകെ പരിഭ്രമമായി. വീണ്ടും പരിശോധിച്ചിട്ട് വന്ന് വയറ്റാട്ടി പറഞ്ഞത് എന്താണ്? കുട്ടിക്ക് ചലനമുണ്ട്. പാൽ കുടിക്കുന്നതിന് പോലും ആ കുട്ടി ഒന്ന് കരയുക പോയിട്ട് ഒന്ന് ഞരങ്ങുക പോലും ചെയ്യുന്നില്ല. എന്നാൽ ആ ദിവ്യയായ മാതാവിൽ നിന്നും അമ്മിഞ്ഞപ്പാൽ കുടിക്കുമെന്നല്ലാതെ സാധാരണ കുട്ടികളുടെ പോലെ സഹജമായ യാതൊരു സ്വഭാവങ്ങളും ആ കുട്ടിയിൽ പ്രകടമായില്ല. അങ്ങനെ ജനിച്ചപ്പോൾ തന്നെ അത്ഭുതം നിറഞ്ഞ ഒരു അവതാരമായിട്ട് തന്നെ ആ ശിശു ഭൂമിയിലേക്ക് പിറന്നു വീഴുകയാണ്. വിശ്രുത തപസ്യാം ധർമ്മസ്ഥാപകനാകും, വിണ്ണേറിയാലും മഹാനുഗ്രഹം ഭൂവിൽ ചേർക്കും, സാഹിത്യ കളരിക്കും ഗുരുവായി വാണിയിടുവാൻ സാരസ്വതാഖ്യമായ യോഗവും ചേർന്ന് നിൽപ്പൂ. ആ ശിശുവിൻ്റെ ഗ്രഹനിലയിൽ പറയുന്നത് അങ്ങനെയാണ്. വിശ്രുത തപസ്യാം ധർമ്മസ്ഥാപകനാകും, വിണ്ണേറിയാലും മഹാനുഗ്രഹം ഭൂവിൽ ചേർക്കും, സാഹിത്യ കളരിക്കും ഗുരുവായി വാണിയിടുവാൻ സാരസ്വതാഖ്യമായ യോഗവും ചേർന്നു നിൽപ്പൂ. അങ്ങനെ ചെമ്പഴന്തിയില് വയൽവാരത്തു ഭവനത്തില് ദിവ്യയായ മാതാവ് കുട്ടിയമ്മയ്ക്കും ദിവ്യശ്രീ മാടനാശാനും പിറന്ന ആ പൊന്നോമര കുഞ്ഞിന് അതിതേജസ്വിയായ ലക്ഷണ സംയുക്തനായ നിസ്സംഗനായ, നിസ്സംഗത്വമുള്ളത് കൊണ്ടാണ് യാതൊന്നിനോടും ബന്ധപ്പെടാതെ കർമ്മവിമുക്തനായിട്ട് ബന്ധവിമുക്തനായിട്ട് തൃപ്പാദങ്ങൾ ഇവിടേക്ക് അവതാരം കൈക്കൊള്ളുന്നത്. ആ ശിശുവിനെ വീട്ടുകാർ ചേർന്ന് എന്തു പേരിട്ടു? നാരായണൻ. നാരത്തിനാധാരമായവൻ, ലോകത്തിനാധാരമായവൻ, പ്രപഞ്ചത്തിനാധാരമായവൻ. ആ ശിശു നാരായണൻ എന്നറിയപ്പെട്ടു. അടുത്തുള്ളവരൊക്കെ സ്നേഹപൂർവം നാണു എന്ന് വിളിച്ചു. നമുക്ക് ആ കുട്ടിയെ എന്ത് വിളിക്കാം? 5 വയസ്സിന് മുൻപുള്ള ആ ശിശുവിനെ, ജനിച്ചപ്പോൾ ഓമനത്വം തുളുമ്പുന്ന ആ ശിശുവിനെ, ലക്ഷണ സംയുക്തനായ തേജസ്വിയായ ആ ശിശുവിനെ നമുക്ക് നാണക്കുട്ടി എന്ന് വിളിച്ചാലോ? സമ്മതമാണോ? യാത്രയാണ്, ശ്രദ്ധ വേണം. അപ്പം നമുക്ക് എന്ത് വേണം? നാണക്കുട്ടിന്ന് വിളിക്കാം. ആ നാണക്കുട്ടിയുടെ ചില സ്വഭാവ സവിശേഷതകളിലേക്ക് നമുക്കൊന്ന് കടക്കാം. എല്ലാവർക്കും അറിയാമായിരിക്കും, ഇല്ലയോ? എങ്കിലും നമുക്ക് ഈ തിരുവവതാര സുദിനം നാണക്കുട്ടിയുടെ 5 വയസ്സിന് മുൻപുള്ള
ചില കാഴ്ചകളിലേക്ക്, സ്വഭാവങ്ങളിലേക്കൊന്ന് കടക്കാം. അമ്മ കുട്ടിയമ്മയുമൊത്ത് ക്ഷേത്രത്തിൽ പോകുന്നത് നാണുക്കുട്ടിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അമ്മ ഒരു വലം വയ്ക്കുമ്പോൾ, ക്ഷേത്രത്തിന് ഒരു പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നാണുക്കുട്ടി ഓടി നടന്ന് 5-6 വലം വയ്ക്കും. നോക്കണേ, നല്ല തുടുത്ത് ഓമനത്വം തുളുമ്പുന്ന കുസൃതിക്കുട്ടനായ നാണുക്കുട്ടി ഓടി നടന്ന് 5-6 പ്രാവശ്യം വലം വയ്ക്കും. അപ്പം അമ്മ കുട്ടിയമ്മ എന്താ പറയുന്നത്? മോനെ നാണു, നീ വീഴും, പതുക്കെ പോ, പതുക്കെ. അപ്പം കുട്ടി എന്താ പറയുന്നത്? നാണുക്കുട്ടി പറയും, അമ്മ ഞാൻ വീഴൂല, അമ്മ ഞാൻ വീഴൂല. ഗുരുവിൻ്റെ ജീവിതം അങ്ങോട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വീഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോകുമ്പോഴത്തേക്കിന് അവിടെ പൂജയ്ക്കൊരുക്കുന്ന സാധനങ്ങളൊക്കെ, ഭഗവാന് നേദ്യമായി വെക്കുന്ന സാധനങ്ങളൊക്കെ ആദ്യമേ ആരെടുത്ത് കഴിക്കും? നാണുക്കുട്ടി കഴിക്കും. ആരൊക്കെ തടുക്കാൻ ശ്രമിച്ചാലും, ആരൊക്കെ തടയാൻ ശ്രമിച്ചാലും നാണുക്കുട്ടി ആ കാര്യം വളരെ ഭംഗിയായിട്ട് കൗശലപൂർവം നിർവഹിച്ചിരിക്കും. ഇത് അമ്മ ചോദ്യം ചെയ്താൽ എന്താ പറയുക? അമ്മേ, ഞാൻ തിന്നാൽ മതി, ദൈവം കോപിക്കുകയില്ല, പ്രസാദിക്കുകയേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ നാണുക്കുട്ടി ആ 5 വയസ്സ് ഇല്ലാതിരുന്ന ആ ടൈമിൽ ആ പ്രദേശത്തൊക്കെ മഴയില്ലാതെ ഇങ്ങനെ ബുദ്ധിമുട്ടുകയാണ്. നമ്മൾ ഇന്ന് ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ദുഃഖനിവർത്തിക്ക് ചെയ്യില്ലേ? അന്ന് നാട്ടുകാരെല്ലാവരും ചേർന്ന് പൊങ്കൽ നിവേദ്യം അർപ്പിക്കുവാൻ തയ്യാറായി. കുട്ടിയമ്മയും പൊങ്കൽ നിവേദ്യത്തിൽ പങ്കെടുക്കുവാൻ ചെന്നു. നമ്മുടെ കുസൃതിക്കുട്ടനായ നാണുക്കുട്ടി കുറുമ്പ് തുടങ്ങി. അമ്മയോട് എന്താ പറഞ്ഞത്? അമ്മേ, ഞാൻ നേദിക്കാം, അപ്പോഴേ മഴ പെയ്യും. അമ്മേ, ഞാൻ നേദിക്കാം, അപ്പോഴേ മഴ പെയ്യും. അപ്പൊ കുട്ടിയമ്മ എന്താ പറഞ്ഞേ? എന്നാ മോൻ അതൊന്ന് ചെയ്, അമ്മയൊന്ന് കാണട്ടെ. സഹോദരങ്ങളെ നോക്കുക, ആ കൊച്ചു പാണി തല്ലജം കൊണ്ട് പൊങ്കൽ നിവേദ്യം കഴിച്ച അന്നേ ദിവസം പ്രകൃതിയുടെ മട്ടും ഭാവവും ഒക്കെ മാറി. കാർമേഘങ്ങൾ ഇരുണ്ടുമൂടി, തണുത്ത കാറ്റ് വീശുവാൻ തുടങ്ങി. വരൾച്ച അതിൻ്റെ അത്യുന്നതയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അതിശക്തമായ മഴ പെയ്തു. നാണുവിൻ്റെ കൂട്ടുകാർക്കാണ് ഏറ്റവും ആകാംക്ഷ ഉണ്ടായത്. അവർ നാണുക്കുട്ടിയുടെ അരികിൽ ചെന്ന് എന്താണ് പറഞ്ഞത്? അല്ല നാണ, നീ മഴ പെയ്യിച്ചല്ലോ, ശരി, ഇത് നിന്റെ ശക്തി എന്ന് ഞങ്ങൾ സമ്മതിച്ചു. എന്നാൽ നീ അടുത്തതായിട്ട് ഒന്നുകൂടി കാണിച്ചു തരണം. ദാ ആ നിൽക്കുന്ന തെങ്ങിൽ പേട് മാത്രമേ ഉണ്ടാവൂ. നീ അതിൽ നല്ല തേങ്ങ ഒന്ന് ഉണ്ടാക്കി കാണിച്ചാൽ അത് നിന്റെ ശക്തി എന്ന് ഞങ്ങൾ സമ്മതിക്കും. നമ്മുടെ കുസൃതിക്കുട്ടനായ നാണുക്കുട്ടി കൂട്ടുകാരുടെ ആ വെല്ലുവിളി സധൈര്യം ഏറ്റെടുത്തു. എന്നിട്ട് ഓടിച്ചെന്ന് അതീവ ഭക്തിയോടുകൂടി ആ തെങ്ങിനെ കെട്ടിപ്പുണർന്നുകൊണ്ട് പറഞ്ഞു, ഇനിമേൽ നല്ല ഫലം ഉണ്ടാവണം കേട്ടോ, ഇനിമേൽ നല്ല ഫലം ഉണ്ടാവണം കേട്ടോ. പിന്നീട് തെങ്ങിൽ വന്ന കുലകളെല്ലാം കായ്ഫലമുള്ളതായി അതിസമർത്ഥമായി ആ തെങ്ങിൽ തേങ്ങ നിറഞ്ഞു എന്നത് ചരിത്രം. അപ്പോൾ നമ്മുടെ ആ ചോദ്യത്തിന് പ്രസക്തി ഏറുകയല്ലേ? ഈശ്വര അവതാരമായ കൃഷി തന്നെയല്ലയോ നാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ?
അവിടുന്ന് ഈ ഭൂമിയിൽ തിരുവവതാര ലീലകൾ ആടിയ സമയത്ത് വിവിധ പകർച്ചകളിലൂടെ കടന്നുപോയപ്പോൾ, അതായത് നാണക്കുട്ടിയായി, പിന്നീട് നാണുഭക്തനായി, അതായത് നിരന്തരമായിട്ട് 2 നേരം കുളിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, ഭാഗവത പാരായണം നടത്തുക, ഈശ്വരപരമായ സാധനകൾ അനുഷ്ഠിക്കുക. അപ്പം നാണുഭക്തനായിട്ട് പിന്നീട് അടുത്ത അവതാരത്തിൻ്റെ അടുത്ത സ്റ്റെപ്പ് നാണുവാശാനായിട്ട് വാരണപ്പള്ളിയിലെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് വന്ന് കുടിപ്പള്ളിക്കൂടം തുടങ്ങി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാൻ തുടങ്ങി. അപ്പോൾ അവതാരത്തിൻ്റെ വിവിധ ഭാവപ്പകർച്ചകൾ ഇവിടെ നടക്കുകയാണ്. നാണുക്കുട്ടിയായി, നാണു ഭക്തനായി, നാണുവാശാനായി, നാരായണ ഗുരുവായി. ഇവിടെ ജീവിക്കുന്ന അവസരത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ ലോകത്ത് എന്താണ് സംഭവിച്ചത് സഹോദരങ്ങളെ? നമുക്ക് നോക്കാം. ആ പുണ്യകാലത്ത് അതിദിവ്യനാം തേജോമൂർത്തി അത്ഭുതാവഹം നിറഞ്ഞു കവിഞ്ഞു ഭൂവെമ്പാടും അന്ധന്മാർക്കുളമായി കാണുവാൻ പോരും ശക്തി സന്തതം സന്തോഷിച്ചെന്ന് ഊമകൾ സംസാരിച്ചു. പങ്കുവിൻ ചരണങ്ങൾ ചലിച്ചു നിരൂപമം, പങ്കുവിൻ ചരണങ്ങൾ ചലിച്ചു നിരൂപമം. സങ്കടമൊഴിഞ്ഞന്നു ബധിരൻ ശ്രവിച്ചല്ലോ, സങ്കടമൊഴിഞ്ഞന്നു ബധിരൻ ശ്രവിച്ചല്ലോ. ഭഗവാൻ ഇവിടെ ഈശ്വരാവതാരമായിട്ട് ഈശ്വര സ്വരൂപതയിൽ ഇവിടെ കഴിഞ്ഞ അവസരത്തില് ഈ പ്രപഞ്ചത്തിൽ അന്ധന്മാർക്കുളവായി കാണുവാൻ പോരും ശക്തി, അന്ധന്മാർക്ക് കാഴ്ച ലഭിക്കുമാറായി, തളർവാദ രോഗികൾ എഴുന്നേറ്റ് നടക്കുമാറായി, ഊമകൾ സംസാരിക്കുമാറായി. എന്തെന്തു പരിവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്! ഇതിനൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഗുരുദേവ ജീവിത ചരിത്രത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. അതൊക്കെ പറയുവാൻ പോയി കഴിഞ്ഞാൽ, അതാണ് ഞാൻ പറഞ്ഞത്, നടരാജ ഗുരുവിനോട് പറഞ്ഞ മറുപടി ഇവിടെ പ്രസക്തമാണ്. മനുഷ്യർ വിശ്വസിക്കുമോ? കാരണം വിശ്വാസം നഷ്ടപ്പെട്ട അബദ്ധജടിലമായ ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും മനുഷ്യർക്കിടയിലേക്ക് വ്യാപകമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനും നിങ്ങളും ഇപ്പോൾ ജീവിക്കുന്നത് വിശ്വാസം നഷ്ടപ്പെട്ട ഒരു സമൂഹമായിട്ടാണ്. ഗുരു ഒരിക്കൽ പറഞ്ഞു, ഇതുപോലെ നല്ല വിശ്വാസികൾ നമുക്കില്ലല്ലോ, ഉള്ളതുപോലെ പറയുവാൻ നമുക്കാരുമില്ലല്ലോ. ഗുരുവിൻ്റെ യഥാർത്ഥമായ മഹിമ നമ്മൾ ഉള്ളതുപോലെ പറയണം. അതുകൊണ്ട് തന്നെ ഗുരുവിനെ, ആ സ്വരൂപതയെ തന്നെ നമ്മളൊന്ന് അവലോകനം ചെയ്യുമ്പോൾ, ജീവിച്ചിരുന്ന നാളിൽ തന്നെ സർവമതസ്ഥരാലും ആരാധിക്കപ്പെട്ട മഹനീയ ചരിതമായിരുന്നു അവിടുത്തേത്. കാരണം അന്ധന്മാർക്ക് കാഴ്ചശക്തി ഉളവാകുകയും ഊമകൾ സംസാരിക്കുകയും ഒക്കെ ചെയ്ത ഈ കാലഘട്ടത്തിൽ ഭഗവത് സ്വരൂപത്തെ, ആ നാരായണ ഗുരുവിനെ ദർശിക്കുവാൻ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും നാനാജാതി മതസ്ഥരായ സർവരും വന്നെത്തുമായിരുന്നു. എന്തിനാണ് വന്നെത്തുന്നത്? ആ പരമവിശുദ്ധനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ട്. ആ തിരുനാവിൽ നിന്നും മുതിരുന്ന മണിമണിയായ മന്ത്രനിസ്വനങ്ങളുടെ തനിമ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആ പരമവിശുദ്ധന്റെ പാദനമസ്കാരം ചെയ്തുവാൽ ഞങ്ങളുടെ സമസ്ത പ്രശ്നങ്ങൾക്കും പരിഹാരമാകും
എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും നാനാജാതി മതസ്ഥരായ ആൾക്കാർ വന്നെത്തുമായിരുന്നു. ഇങ്ങനെ വന്നെത്തുന്നവർക്ക് ഒരു സങ്കല്പം കൊണ്ട്, ഒരു നോക്കുകൊണ്ട്, ഒരു വാക്കുകൊണ്ട്, ഒരു പച്ചിലയോ മറ്റെന്തെങ്കിലുമോ, ഒരു കൽക്കണ്ടമോ മറ്റെന്തെങ്കിലും പ്രസാദമോ, ഒരു മുന്തിരി എടുത്തു കൊടുത്താലും ഒരു പച്ചില എടുത്തു കൊടുത്താലും അതുകൊണ്ടൊക്കെ സർവ രോഗങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളുമൊക്കെ ശമനമുണ്ടാകുന്നതായിട്ട് കണ്ടു. അപ്പം അങ്ങനെയുള്ള ആ തിരുവവതാര സ്വരൂപത്തെ വർണ്ണിക്കുവാനുള്ള ഗുരു ഒരു അനുഭൂതിയാണ്, അനുഭവമാണ്. ആ ഗുരുവിനെ വർണ്ണിക്കുവാനുള്ള വൈഷമ്യം എന്നിൽ 2 വരികളായിട്ട് ഇങ്ങനെ മനോമുകുരത്തിൽ നിന്ന് ഊറി വരികയാണ്. അവർണ്ണനീയമാം നിൻ തിരുസ്വരൂപത്തെ വർണ്ണിക്കുവാനായി വാക്കുകൾക്കായിതാ നിന്നാത്മചൈതന്യത്തെ അനുഭവവേദ്യമാക്കി എന്നിൽ അനുഗ്രഹമായി വരൂ നിത്യനിതാന്ത ചൈതന്യമേ. ഗുരു ആത്മോപദേശ ശതകം 97 ശ്ലോകത്തിൽ പറയുകയാണ്, അനുഭവിയാതറിവീല അഖണ്ഡമാം ചിത്ഖനമിതു മൗനഘനാമൃതാബ്ദിയാകും. ഗുരുവിൻ്റെ ഈശ്വര സ്വരൂപത, ഈശ്വര സാക്ഷാത്കാര അവസ്ഥ അനുഭവിക്കാതെ അറിയുവാൻ സാധിക്കുകയില്ല തന്നെ. നമുക്ക് അനുഭവിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് മൗനഘനാമൃതാബ്ദിയാകും. ഒരു അമൃത സമുദ്രം, സ്വാദിഷ്ടമായ അമൃതൊരു സമുദ്രമായാൽ എങ്ങനെയിരിക്കും? അവിടെ നമുക്ക് ഏറിയ കൂറും മൗനഘനമാണ്. ആ ശാന്തതയിൽ, മൗനഘനാമൃതാബ്ദിയിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ നിർത്തുവാൻ സാധിക്കും. ആ ആനുഭൂതിക ദശയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതാർക്കും അനുഭവിക്കാതെ അറിയുവാൻ കഴിയില്ല. ആ ഈശ്വര സാക്ഷാത്കാര അവസ്ഥയെ തന്നെ ഗുരു ഒന്നുകൂടി പറയുകയാണ്, നിലമൊടു നീരതുപോലെ കാറ്റ് തീയും വെളിയും അഹങ്കൃതി വിദ്യയും മനസ്സും അലകളും ആഴിയും എന്നു വേണ്ട എല്ലാ ഉലകവും ഉയർന്നറിവായി മാറിയിടുന്നു. നിലമൊട് ഭൂമിയോടൊപ്പം തന്നെ ജലം, കാറ്റ്, തീയ്, അഗ്നി, ഇങ്ങനെ വിദ്യാശക്തി, മനസ്സ്, അന്ധകരണ ഘടകങ്ങളും എല്ലാം ഉയർന്നറിവായി മാറിടുന്നു. ഈശ്വര സാക്ഷാത്കാര അവസ്ഥയിൽ നാമരൂപങ്ങൾ വെടിഞ്ഞുള്ള പ്രാപഞ്ചിക ദൃശ്യങ്ങളെല്ലാം ഒരേ ഒരു ആത്മസത്തയിൽ വിലീനമായിക്കൊണ്ടുള്ള ഒരു ആനുഭൂതിക ദശയുണ്ടാകും. അതാണ് പറയുന്നത്, എന്ത് ധ്വനിമയമായി ഗഗനം ജ്വലിക്കും. ആ ഈശ്വര സാക്ഷാത്കാര അവസ്ഥയിൽ ധ്വനിമയമായി ഗഗനം ജ്വലിക്കും. അന്നാളണയും അതിങ്കലശേഷ ദൃശ്യജാലം പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും. സ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശം. ആ ആനുഭൂതിക തലത്തില് ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകുന്നത് സമയക്കുറവ് കൊണ്ടാണ്. ആ ആനുഭൂതിക തലത്തില് ധ്വനിമയമായി ഗഗനം ജ്വലിക്കും. അതായത് ശബ്ദരൂപമായി ആകാശം ജ്വലിക്കപ്പെടും. എവിടുത്തെ ആകാശം? നമ്മുടെ ഹൃദയ ഗുഹയിലെ ദഹരാകാശം ജ്വലിക്കപ്പെടും. എന്താണ് ദഹരാകാശമെന്ന് ആത്മോപദേശ ശതകത്തിലുടനീളം ഗുരു പറയുന്നുണ്ട്. കരണവും ഇന്ദ്രിയം കളേവരം തൊട്ടറിയും അനേക ജഗത്തും ഓർക്കിലെല്ലാം പരവെളി തന്നിൽ ഉയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ്. അതുതന്നെ ധ്വനിമയമായി ഗഗനം ജ്വലിക്കുന്ന ആ അവസ്ഥയെ ഗുരു ഒന്നുകൂടി നമുക്ക് പറഞ്ഞു തരികയാണ്. അധിക വിശാലമൊരു പ്രദേശമൊന്നായി നദി പെരുകുന്നത് പോലെ വന്നു നാഥം ശ്രുതികളിൽ വീണ് തുറക്കും അക്ഷിയെന്നും യഥമിയലും യതിവര്യനായിടേണം. അതായത് അധിക വിശാലമായ മരുപ്രദേശത്തേക്ക് ഒരു നദി ആർത്തിരമ്പി വന്നാലുള്ളതുപോലുള്ള ഒരു പ്രതീതി ഈ ധ്വനിമയമായി ഗഗനം
നമ്മുടെ ഹൃദയ ഗുഹയിൽ ജ്വലിക്കുമ്പോൾ ഉണ്ടാകും. അപ്പോൾ ആ അനുഭൂതിക തലത്തെ നമ്മൾ എങ്ങനെയാണ് പറയുവാൻ സാധിക്കുന്നത്? അത് നമ്മൾ അനുഭവിച്ചറിയുക തന്നെ വേണം. അതായത് ആ അനുഭൂതിക തലത്തില്, ആ പ്രപഞ്ച ദൃശ്യങ്ങളില് 3 പുടങ്ങളുണ്ട്. ഗുരു ആ 3 പുടങ്ങളെ അറിവിൻ്റെ ത്രിപുടി എന്നാണ് പറയുന്നത്. പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും, സ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശം. നാമരൂപങ്ങളെല്ലാം വെടിഞ്ഞ് ആത്യന്തികമായി അറിവിൻ്റെ ആ 3 പുടങ്ങൾ ഒന്നായി അഖണ്ഡബോധവുമായിട്ട് പരമാത്മവസ്തു ബോധവുമായിട്ട് അലിഞ്ഞു ചേരുന്ന അവസ്ഥയാണ്. എന്താണ് സഹോദരങ്ങളെ ത്രിപുടി? ഇതൊരു മാലയാണ്, ഇത് മോതിരമാണ്, ഇത് കമ്മലാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുക. അറിവിൻ്റെ 3 പുടങ്ങളിലേക്ക് കടങ്ങുമ്പോൾ അറിവുണ്ട്, അറിയപ്പെടുന്ന വസ്തുവുണ്ട്, അറിയുന്നവനുണ്ട്. 3 പുടങ്ങൾ: അറിവ്, അറിയപ്പെടുന്ന വസ്തു, അറിയുന്നവൻ. നമ്മളാണ് അറിയുന്നവൻ. ഞാൻ അറിയുന്നു. എന്തിനെ അറിയുന്നു? ഇത് മാലയാണെന്നറിയുന്നു, ഇത് കമ്മലാണെന്നറിയുന്നു, മോതിരമാണെന്നറിയുന്നു. ഇവിടെ അറിയപ്പെടുന്ന വസ്തുവാണ് മാലയായും മോതിരമായും കമ്മലായും രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ ആത്യന്തികമായിട്ടൊരറിവുണ്ട്. എന്താണ്? വിവിധ നാമരൂപങ്ങളിൽ അറിയപ്പെടുന്ന മാലയും വളയും കമ്മലും മോതിരവുമൊക്കെ ഒരിക്കലും നശിപ്പിക്കുവാനാവാത്ത, പുതുതായിട്ട് നമുക്ക് നിർമ്മിക്കുവാനാകാത്ത സ്വർണമാണ്. അതാണ് ഇവിടുത്തെ അറിവ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രപഞ്ച ദൃശ്യങ്ങളെ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ ത്രിപുടിയുണ്ട്. ഗുരു പറയുകയാണ്, ഈശ്വരപരമായ ധ്വനിമയമായ ഗഗനം ജ്വലിക്കുന്ന സമയത്ത് ഹൃദയാകാശത്തില് ആനുഭൂതിക നില പരമാത്മ സ്വരൂപം 1 കോടി ദിവാകരരൊത്തുയരുന്നത് പോലെ വെളിവാകുന്ന സമയത്ത് ത്രിപുടി മുടിഞ്ഞിടും. ത്രിപുടി മുടിഞ്ഞുന്ന സമയത്ത് അവിടെ ഒരു ദീപം തെളിയുമാറാകും. അതൊക്കെ വളരെ സരസമായിട്ട് പറയാവുന്ന സമയം വേണം. പക്ഷെ നമുക്ക് അപ്പൊ അങ്ങനെ ത്രിപുടി മുടിഞ്ഞിടുന്ന ദീപം മാത്രം അവശേഷിക്കും. അതാണ് പരമാത്മ ചൈതന്യം. ഏതൊരു സൃഷ്ടിക്കും, ഏതൊരു ജീവനും ഇതുപോലെ ത്രിപുടി അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നത്. അത് നിരന്തരമായ സാധനയിലൂടെ, നിത്യമായ അനുഷ്ഠാനത്തിലൂടെ നമ്മൾ ഈ ഈശ്വര സാക്ഷാത്കാര അവസ്ഥ നേടിക്കഴിയുമ്പോൾ നമുക്ക് നാമരൂപങ്ങളൊക്കെ വെടിഞ്ഞ് ഒരു നല്ല ഒരു സ്വരൂപത, ആനന്ദം അനുഭവിക്കുവാൻ പറ്റും. മനുഷ്യനെ സംബന്ധിച്ച് സൃഷ്ടിയുടെ വിവിധ ഘട്ടങ്ങളിലേക്ക് കടന്നു പോവുകയാണ് എങ്കിൽ അസ്ഥി, ജന്മം, വൃദ്ധി, പരിണാമം, അപക്ഷയം, വിനാശം എന്ന 6 ഭാവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അസ്ഥി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്വരൂപ ലക്ഷണമില്ല, രൂപലക്ഷണങ്ങളൊന്നുമില്ലാത്ത അവ്യാകൃതമായ പൊരുളാണ്. നമ്മളെല്ലാവരും ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ ഏതവസ്ഥയിലായിരുന്നു? അസ്ഥി, ഒരു പൊരുളായിരുന്നു. ഇനി അടുത്തതായിട്ട് ഈ പൊരുളിന് ഒരു രൂപം വരും. രൂപലക്ഷണം വരുന്നതോടുകൂടി അത് വ്യാകൃതമാകും. അങ്ങനെ രൂപം വരുന്ന അവസ്ഥയ്ക്ക് നമ്മൾ പറയും ജന്മം. വ്യക്തമായ സ്വരൂപ ലക്ഷണമില്ലാത്ത അവ്യാകൃതമായ പൊരുള് രൂപലക്ഷണം വരുമ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ജന്മം സംഭവിച്ചു. ജനി പ്രാദുർഭാവേ ജന്മം. പ്രകടമല്ലാതിരുന്ന അത് പ്രകടമായി, അതാണ് ജന്മം. അടുത്തത് എന്തിലേക്ക് പോകും? വൃദ്ധി. ജനിച്ചു കഴിഞ്ഞാൽ അനുനിമിഷം നമ്മൾ എന്തെടുക്കും? വളർന്നുകൊണ്ടേ ഇരിക്കും. ജീവിതത്തിൻ്റെ ഷഡ്ഭാവങ്ങൾ: അസ്ഥി, പൊരുൾ, അസ്ഥി തന്നെ പൊരുൾ, അസ്ഥി, ജന്മം, രണ്ടാമത് വൃദ്ധി, വളർന്നുകൊണ്ടേയിരിക്കും.
അടുത്തതെന്താണ്? ഈ വളർച്ചയൊക്കെ നിന്നിട്ട് പരിണാമത്തിലേക്ക് വരും. ഈ പരിണാമ കാലഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ശരീരത്തിനും പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾക്കും മാറ്റങ്ങൾ വരും, പരിണാമം സംഭവിക്കും, പക്ഷേ വളരത്തില്ല. അപ്പം നമ്മളൊക്കെ ഈ പരിണാമ ദശയിലാണ് അല്ലേ? ത്വക്കൊക്കെ ചുളിഞ്ഞ് തലമുടിയൊക്കെ നരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം പരിണാമദശയിലാണ്. പരിണാമദശയിലായ ഒരു മനുഷ്യൻ അടുത്തത് അപക്ഷയത്തിലേക്ക് പോകും. അപക്ഷയത്തിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ കൂടുതൽ വളർച്ച പ്രാപിക്കുന്നത് തേയ്മാനവും ബലക്ഷയവുമാണ്. നമ്മൾ അപക്ഷയത്തിൻ്റെ തോതിലായോ? അപക്ഷയകാലത്ത് സംഭവിക്കുന്നത് തേയ്മാനവും ബലക്ഷയവും. അതേത് രൂപത്തിലും വരും. അങ്ങനെ ബലക്ഷയമുണ്ടായി കഴിയുമ്പോൾ ക്രമേണ വിനാശത്തിലേക്ക് സംഭവിക്കും. വിനാശം എന്ന് വെച്ചാൽ അർത്ഥം വിശേഷ രൂപത്തിന് വന്ന മാറ്റം. വിശേഷ രൂപത്തിന് മാറ്റം വന്നപ്പോൾ നമ്മൾ അതിനെ മരണമെന്ന് വിളിക്കും. വീണ്ടും ആ വിശേഷ രൂപമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോൾ വീണ്ടും എവിടെ വന്നു? നമ്മൾ തുടങ്ങിയ രൂപലക്ഷണമില്ലാത്ത അസ്ഥിതയിലേക്ക് വന്നു. അസ്തിത്വത്തിലേക്ക് തന്നെ തിരികെ വന്നു. അതാണ് നമ്മുടെ സൃഷ്ടിയിൽ ജന്മമെങ്കിൽ ഗുരു പറയുകയാണ് ജനനീ നവരത്ന മഞ്ജരിയിലൂടെ, അല്ലയോ ദേവി, ഇതൊന്നും നിന്നെ സംബന്ധിച്ച് സൃഷ്ടിയല്ല, മറിച്ച് ആത്മപ്രകാശനത്തിൻ്റെ ഒരു മുഖം മാത്രമാണ്. ഒന്നായ മാമതിയാണ്. ആ ഒന്നായ മാമതിയാണ് എണ്ണിയാലൊടുങ്ങാത്ത നാമവും രൂപവുമായിട്ട്, രാജേശ്വരിയായിട്ടും അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരോ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നവരും വിവിധ രൂപങ്ങളിൽ അറിയപ്പെടുന്നവരും, അല്ലയോ ദേവി, നിന്റെ ലാസ്യത്തിൻ്റെ ഭാഗമാണ്. നിന്റെ നൃത്തം ലാസ്യമാണല്ലോ. നീ അങ്ങനെ ഒരു പ്രത്യേക താളലയത്തോടു കൂടി ഇവിടെ നിന്റെ നൃത്തം ലാസ്യഭാവത്തിൽ ആടുമ്പോൾ എന്തു സംഭവിക്കും? മീനായിട്ടും മാനായിട്ടും പാമ്പായിട്ടും പർവ്വതമായിട്ടും പക്ഷിയായിട്ടും സ്ത്രീയായും പുരുഷനായും ഇതൊക്കെ ഇങ്ങനെ അറിയപ്പെടുന്ന ഞാനായിട്ടും ഒക്കെ വിവിധ ഭാവങ്ങളിൽ ആ ഒന്നായ മാമതിയുടെ പരമാത്മ സ്വരൂപതയുടെ വിവിധ ഭാവങ്ങൾ ഇവിടെ ആടിത്തിമർക്കും. ഗുരു പറയുകയാണ്, സകലതുമുള്ളതു തന്നെ. നമ്മളെ സംബന്ധിച്ച് നമ്മളെല്ലാം പലതിൽ അറിയപ്പെടുന്നുണ്ടല്ലോ. പല രൂപത്തിലല്ലേ നമ്മൾ കാണുന്നത്, ആണോ? പല വേഷത്തില് പല പേരിൽ നമ്മൾ അറിയപ്പെടുന്നു. പല ജന്തുജാലങ്ങളും ജീവിജാലങ്ങളും സസ്യജാലങ്ങളും ഇവിടെ ഉണ്ട്. അങ്ങനെ അനേക രൂപത്തിൽ വിവിധ ഭാവപകർച്ചകളിലൂടെ പ്രപഞ്ച പ്രതിഭാസം ഇവിടെ ഉള്ളപ്പോൾ ഗുരു പറയുകയാണ്, സകലതുമുള്ളതു തന്നെ തത്വചിന്താഗ്രഹനിത് സർവവുമേകമായി ഗ്രഹിക്കും. ഇതെല്ലാം ഉള്ളത് തന്നെ. ലൗകികനെ സംബന്ധിച്ച് ഇതെല്ലാം ഉള്ളത് തന്നെ. പക്ഷേ ഗുരു പറയുകയാണ്, തത്വചിന്താഗ്രഹനിത് സർവവും ഏകമായി ഗ്രഹിക്കും. ചിന്തിച്ചറിയുന്നവൻ, തത്വവിചാരം ചെയ്യുന്നവൻ ഈ അറിയപ്പെടുന്ന അനേക പ്രപഞ്ച പ്രതിഭാസങ്ങളിലെല്ലാം ഒരേകത്വം ദർശിക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ എല്ലാവരോടും പരസ്പരം ഒന്ന് വണങ്ങുവാൻ പറഞ്ഞത്. എന്നിലും നിന്നിലും കുടികൊള്ളുന്ന ആ അഖണ്ഡബോധം, പരമാത്മ ചൈതന്യം, പരമമായ സത്യം ഒന്ന് തന്നെ. ഈ സകലതും ഉള്ളത് തന്നെ എന്ന് പറയുമ്പോൾ തത്വചിന്ത ചെയ്ത് അറിയുന്നവൻ ഏകമായി ഗ്രഹിക്കുമെന്ന് ഗുരു പറയുമ്പോൾ അടുത്തതായിട്ട് പറയുകയാണ്, ഇങ്ങനെ തത്വചിന്ത ചെയ്യാത്തവനെ സംബന്ധിച്ച്, ഇതിലെല്ലാം ഏകത്വം ഗ്രഹിക്കാത്തവനെ സംബന്ധിച്ച് അവൻ എവിടേക്ക് പോകും? ആരണം ക്രിയകളുടെ പുറകെ പോകും. എന്താണ് സഹോദരങ്ങളെ ആരണം ക്രിയകൾ? വേദങ്ങളിൽ ക്രിയകളെ പറ്റി അനുശാസിക്കുന്ന ഭാഗമാണ് ആരണം.
ആരണം ക്രിയകൾ അനുസരിച്ച് പൂജകൾ നടത്തിയാൽ, പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും, പാപമോചനമുണ്ടാകും, പുണ്യവൃത്തി ഉണ്ടാകുമെന്ന് ചിന്തിച്ച് നമ്മൾ ആരണം ക്രിയകളുടെ പുറകെ പോകും. നമ്മളിങ്ങനെ ആരണം ക്രിയകളുടെ പുറകെ പോകുമ്പോൾ അതിന് 2 കാരണമുണ്ടെന്നാണ് ഗുരു പറയുന്നത് ബാഹുലേയ അഷ്ടകത്തിലൂടെ. ഹ്രീം ഹ്രീം ഹൃഷ്ട ഷഡ്കന്ധര അഘമരണാരണ്യ സംവർദ്ധവഗ്നീം. അഘമരണ ആരണ്യം. അഘം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൗകികനെ സംബന്ധിച്ച് 2 തരം ഭയമുണ്ട്. ഒന്ന് അഘഭയം, പാപബോധം കൊണ്ടുണ്ടാകുന്ന ഭയം. രണ്ടാമത്തത് മരണഭയം. ഒരു ലൗകികനെ സംബന്ധിച്ച് അപ്പം വ്യക്തമായ തത്വചിന്ത ചെയ്യാത്തവർ ആരണക്രിയകളുടെ പുറകെ പോകും. അപ്പോൾ അവരെ വേട്ടയാടുന്നത് പാപബോധവും മരണഭയവുമാണ്. ഇതിൽ നിന്ന് രക്ഷ എവിടെ ചെന്നാൽ കിട്ടുമെന്നോർത്ത് ഓടി നടക്കുന്നവരുടെ മുന്നിലേക്കാണ് പുരോഹിതന്മാരൊക്കെ എത്തിപ്പെടുന്നത്. അങ്ങനെ ചഞ്ചല മനസ്ഥിതിയുമായിട്ട് നടക്കുന്നവര് അവർ പറയുന്ന പരിഹാര കർമ്മങ്ങളും മന്ത്രതന്ത്ര കുതന്ത്രങ്ങളും ചെയ്ത് ധനം ദുർവ്യയം ചെയ്യും. ചിട്ടി പിടിച്ചും ലോൺ എടുത്തും വരെ ആ ക്ഷേത്രത്തിൽ പോയും ഈ ക്ഷേത്രത്തിൽ പോയും പള്ളികളിൽ പോയും ആരാധന നടത്തുന്നവർ നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ട്. അങ്ങനെ ഭക്തി എന്ന് പറയുന്ന ബിസിനസ് സാമ്രാജ്യം വളരുകയും നമ്മൾ തളരുകയും ചെയ്യുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകും. അങ്ങനെ സംഭവിക്കുന്ന ഈ കാലഘട്ടത്തില് ഗുരു പറയുകയാണ്, ശുദ്ധമായ ഭക്തിയുടെ സ്വരൂപം, ഭക്തിരാത്മാനുസന്ധാനം, ആത്മാ ആനന്ദഘനോയതഃ ആത്മാനമനുസന്ധത്തെ സദൈവ ആത്മവിദ് ആത്മന. നിത്യമായി മനസ്സിനെ, ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നതാണ് ശുദ്ധമായ ഭക്തി. സ്വസ്വരൂപ അനുസന്ധാനം ഭക്തിരിത്യ അഭിധീയതേ എന്ന് ശ്രീമദ് ശങ്കരാചാര്യര് വിവേക ചൂടാമണിയിൽ പറയുന്നു. നമ്മുടെ സ്വസ്വരൂപത്തെ തന്നെ നിത്യമായി അനുസന്ധാനം ചെയ്യുന്നതാണ് സഹോദരങ്ങളെ യഥാർത്ഥ ഭക്തി. ഇത് നമ്മൾ എന്നെങ്കിലും ഈ ജീവിതത്തിൽ തിരിച്ചറിയണമെന്ന് തന്നെയാണ് പറയുന്നത്. അല്ലാതെ എല്ലാ സ്ഥലത്തും വിളങ്ങുന്നത് ദേവിയുടെ ഒരേ ഒരു ചൈതന്യം, അഖണ്ഡബോധത്തിൻ്റെ ഒരേ ഒരു സ്വരൂപതയാകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ നമ്മുടേതായ അടിത്തറ ഇട്ടിട്ട് എവിടേക്കെങ്കിലും ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ അടിത്തറയാണ് നശിക്കുന്നതെന്ന് ഓർക്കുക. ശാഖായോഗത്തിൽ ഒരു പിരിവ് നിശ്ചയിച്ചാൽ കൊടുക്കാതെ അത് കുടിശ്ശികയാക്കി ഇട്ടിട്ട് ചിട്ടി പിടിച്ചും ലോൺ എടുത്തും ആ കാട്ടിലും ഈ കാട്ടിലുമൊക്കെ പോയി വഴിപാടുകൾ നടത്തും. അതുകൊണ്ട് ആത്യന്തികമായിട്ട് നമ്മുടെ അടിത്തറയ്ക്കാണ് കോട്ടം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വക കാര്യത്തിൽ തത്വചിന്ത ചെയ്ത് എല്ലാം ഏകമെന്ന് ഗ്രഹിച്ച് ജീവിതത്തെ ഇനിയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് യഥാർത്ഥ ശ്രീനാരായണീയന് വേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയേണ്ടി വരും. നമുക്കറിയാം, സാഹിത്യത്തെ സംബന്ധിച്ച് നമുക്ക് പറയാതിരിക്കുവാൻ പറ്റില്ല. സാഹിത്യ കളരിക്കും ഗുരുവായി വാണിയിടുന്ന ഒന്നാം തരം കവിതകളുടെ സൃഷ്ടാവായ, അതിനെ വെല്ലുവാൻ ഒരു കവിതയുണ്ടോ എന്ന് സംശയമാണ്. കാരണം ബാദരായണ മഹർഷി, വേദത്തെ വ്യസിച്ചവൻ വേദവ്യാസൻ 555 സൂത്രങ്ങളിലൂടെ വേദാന്ത രഹസ്യത്തെ 4 മഹാവാക്യങ്ങളിലൂടെ ഇവിടെ പകർന്നു തന്നപ്പോൾ തത്വമസി, അത് സാമവേദത്തിലെ ചാന്തോഗ്യോപനിഷത്തിലാണ് ആ മഹാവാക്യം കിടക്കുന്നത്. അതുപോലെ അഹം ബ്രഹ്മാസ്മി യജുർവേദത്തിലെ ബൃഹദാരണ്യോപനിഷത്തിൽ കിടക്കുന്നു. അയം ആത്മാ ബ്രഹ്മ, അത് അഥർവവേദത്തിലെ മാണ്ഡൂക്യോപനിഷത്തിലാണ്. പ്രജ്ഞാനം ബ്രഹ്മ ഋഗ്വേദത്തിലെ ഐതരോയോ ഉപനിഷത്തിൽ കിടക്കുമ്പോൾ, ഇങ്ങനെ 4 വേദാന്ത വാക്യങ്ങൾ 4 രഹസ്യങ്ങളിൽ 4 ഉപനിഷത്ത് രഹസ്യങ്ങളായിട്ട് കിടക്കുമ്പോൾ നാരായണ ഗുരു എന്താണ് ചെയ്തത്? അന്ന് ഖണ്ഡന മണ്ഡന രീതി നിലനിന്നിരുന്നപ്പോൾ ഖണ്ഡനം വാദം,
മണ്ഡനം പ്രതിവാദം. വാദപ്രതിവാദങ്ങൾ കൊണ്ട് നിറഞ്ഞ അദ്വൈതത്തെ തന്നെ മൂന്നായിട്ട് ശങ്കരാചാര്യരും മാധവാചാര്യരും ഭാസ്കരാചാര്യരുമൊക്കെ വേർതിരിച്ചപ്പോൾ, അതിന് ഭാഷ്യം ചമച്ചപ്പോൾ, ആധുനിക യുഗത്തിലെ ഋഷീശ്വരനായ നാരായണ ഗുരു വേദങ്ങൾക്കൊന്നും ഭാഷ്യം ചമയ്ക്കുവാൻ നിന്നില്ല. വേദാന്ത സൂത്രമെന്ന 24 സൂത്രങ്ങൾ മാത്രമുള്ള ഒറ്റകൃതിയിലൂടെ ഗുരു വേദാന്ത രഹസ്യത്തിന്റെ ഉള്ളറകളെ വെളിച്ചത്ത് കൊണ്ടുവന്നപ്പോൾ ഇവിടെ സംഭവിച്ചത് വിശ്വമാനവികതയുടെ ഹൃദയ ഗുഹകൾ തുറക്കുകയാണ് ചെയ്തത്. വേദാന്ത രഹസ്യത്തെ പകർന്നു തന്ന ആ ഗുരുവിന്റെ അമൂല്യമായ കൃതികൾ ഇവിടെ നിൽക്കുമ്പോൾ, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വെൽ പ്ലാൻഡ് ഇക്കണോമിസ്റ്റായ ഗുരുദേവൻ സാമ്പത്തികം വരവും ചെലവും അനുസരിച്ച് ചെലവാക്കണമെന്ന് പറഞ്ഞതിലൂടെ കുടുംബ ജീവിതത്തിന്റെ ബാലൻസ് ഷീറ്റ് ടാലിയാക്കുവാൻ നമ്മെ പഠിപ്പിച്ച ഗുരു, നീ കച്ചവടം ചെയ്തും വ്യവസായം ചെയ്തും കൃഷി ചെയ്തും സാമ്പത്തിക അഭിവൃദ്ധി നേടണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ട ഗുരു, സാമ്പത്തിക ഉന്നമനത്തിന് കൃഷി ചെയ്യണം, വ്യവസായം ചെയ്യണം, കച്ചവടം ചെയ്യണം, ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നീ സാമ്പത്തിക ഉന്നതിയിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഗുരു നമ്മളോട് പറഞ്ഞു, സാമ്പത്തിക നീതിസാരം എന്തെന്ന് കൂടി നമ്മളെ പഠിപ്പിച്ചു തന്നു. എങ്ങനെ? ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് നീ ചരിക്കമുക്തനായി ആശിക്കരുതാരുടെയും ധനം. നീ വ്യവസായം ചെയ്തുകൊള്ളൂ, കൃഷിയും കച്ചവടവും ചെയ്തുകൊള്ളൂ, നീ ഏതൊരു തൊഴിലിൽ ഏർപ്പെട്ടുകൊള്ളട്ടെ, നീ നീതി കാണിക്കണം, സത്യസന്ധമായിരിക്കണം. സത്യസന്ധത പഠിപ്പിച്ചതോടുകൂടി സാമ്പത്തിക ശാസ്ത്രത്തിന്റെ നീതിസാരവും നമ്മെ പഠിപ്പിച്ചു തന്നു. ഒരു വീട് എറുമ്പിന് പോലും വരുത്തരുതെന്ന് പറഞ്ഞുകൊണ്ട് അനുകമ്പാ ദശകത്തെ തന്നു. ഇങ്ങനെ സർവ്വവിധ കൃതികളും ഗുരുവിൻ്റെതായിട്ട് ഇവിടെ പരിലസിക്കുമ്പോൾ, ജീവിതഗന്ധികളായ ഗുരുവിനെ സാധാരണ മനുഷ്യനായിട്ട് എല്ലാവരും മാറ്റി നിർത്തുമ്പോൾ, മറ്റു ഋഷിമാര് ചെയ്യുന്നത് പോലെ ധ്യാനവും ജപവും ആരാധനയുമായിട്ട് ഗുഹയ്ക്കുള്ളിൽ മാത്രം തപസ് ചെയ്ത ഋഷീശ്വരനല്ല നമ്മുടെ പരദൈവമായ സ്വാമി തൃപ്പാദങ്ങൾ എന്നോർക്കുക. ആ ഗുരു ജീവിതഗന്ധിയായ സർവ്വവിധ പ്രശ്നങ്ങളിലും ഇടപെട്ടു. സമസ്ത പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ടാണ് ഇവിടെ ഒരു ലൗകികനായിട്ട് ജീവിക്കുന്നത്. എന്നിട്ടും നമ്മൾ ഘോരഘോരം തിരുജയന്തി ദിനത്തിലും സമാധി ദിനത്തിലും മറ്റ് സമ്മേളനങ്ങൾ നടക്കുമ്പോഴും ഇവിടുത്തെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവർ ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ ഒന്നോർക്കുക, ഞാൻ ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ, എന്തുകൊണ്ട് ഗുരുവിന്റെ കൃതികളെ പാഠപുസ്തകങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു? മതം പറഞ്ഞും മതേതരത്വം പറഞ്ഞും നമ്മെ വഞ്ചിക്കുന്ന, നമ്മെ ചതിക്കുന്ന പൊളിറ്റിക്കൽ ബ്യൂറോക്രാറ്റുകളുടെ കുടില ബുദ്ധിയല്ലേ ഇവിടെ തെളിഞ്ഞിരിക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഗുരുകൃതികൾ പാഠപുസ്തകത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു? 5ാം ക്ലാസ് മുതൽ ഉള്ള കുട്ടികൾക്ക് പാഠപുസ്തകത്തിന്റെ ഭാഗമായിട്ട് ഗുരുകൃതികളെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട വെറും രാഷ്ട്രീയ അടിമകളായിട്ട് ഇവിടെ ആരെയും കിട്ടില്ല എന്നുറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഗുരുകൃതികളെ പാടെ അകറ്റി നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഒരിക്കൽ വേദാന്ത രഹസ്യവും പറഞ്ഞുകൊണ്ട് വന്നിട്ട് എന്താണ് കാര്യം? നമ്മൾ ഇതൊന്നും തിരിച്ചറിയാതെ ചിഹ്നിച്ചും ഭിന്നിച്ചും നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ അടിത്തറയ്ക്കാണ് കോട്ടം സംഭവിക്കുന്നത്. വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു ഗുരു. സർവമതസ്ഥർക്കും വേണ്ടിയിട്ട് വിദ്യാലയങ്ങൾ ഇവിടെ സ്ഥാപിച്ചു തന്നു. 1904 വർക്കലയിലെ കുറവർക്ക് വേണ്ടി നിശാ പാഠശാല സ്ഥാപിച്ചു. പകലന്തിയോളം പണിയെടുക്കുന്നവരെ പകലൊന്നും പഠിക്കുവാൻ കിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ രാത്രിയിൽ പഠിപ്പിക്കുന്ന ഏർപ്പാടുണ്ടാക്കി ഗുരു.
1905 വർക്കല വെട്ടൂര് പറയർക്ക് വേണ്ടി സ്കൂൾ സ്ഥാപിച്ചു. അതുപോലെ തന്നെ 1916 സ്ഥാപിതമായ ആലുവ അദ്വൈതാശ്രമം സ്കൂള് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ സ്കൂളുകളിൽ ഒന്നായിരുന്നു. 1924 മാതൃകാ പാഠശാലയ്ക്ക് ശിലാസ്ഥാപനം നിർവഹിച്ചപ്പോൾ മഹാഗുരുവിന്റെ മനസ്സിൽ എന്തായിരുന്നു? സർവമതങ്ങളും സർവമത ഗ്രന്ഥങ്ങളും എല്ലാവരും പഠിക്കണം, എല്ലാവരും പഠിക്കണം. അതിൻ്റെ സാക്ഷാത്കാരത്തിനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത് സഹോദരങ്ങളെ? ഖുറാനും ബൈബിളും വായിക്കണം, നമ്മൾ ആത്മോപദേശ ശതകവും വായിക്കണം. അപ്പോഴാണ് ബൈബിളും ഖുറാനും ഞാൻ വായിക്കാറുണ്ട്. അപ്പോഴാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ആ അമൃത കുംഭമായ ആത്മോപദേശ ശതകത്തെ എനിക്ക് കൂടുതൽ നെഞ്ചോട് ചേർക്കുവാൻ സാധിക്കുന്നത്. ഞാൻ വേറൊരു കൃതികളിലും കണ്ടിട്ടില്ലാത്ത ജീവിതഗന്ധിയായ മഹത്തരമായ ദർശനം, ആനുഭൂതിക തലം ഗുരുദർശനങ്ങളിൽ ദർശിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങും ഓടിപ്പോകുന്നില്ല. അതുപോലെ നമ്മുടെ കുഞ്ഞു മക്കള്, വളർന്നു വരുന്ന മക്കള് എന്തു പഠിക്കണം? ഗുരുവിൻ്റെ കൃതികളെ ചേർത്ത് വെച്ച് പഠിക്കണം. ഹൃദയത്തോട് ചേർത്ത് നിർത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാകും യഥാർത്ഥത്തിൽ നെല്ലും പതിരും എന്തെന്ന്. നമ്മളോട് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിൽ ഏതൊരു സ്ഥാനത്തിരിക്കുന്നവരോടും പ്രഭാഷണം ചെയ്യുന്ന എന്നോട് പോലും ആൾക്കാർ ചോദിക്കും, എന്തിനാണ് ജാതി പറയുന്നത്? ഗുരുവിൻ്റെ മതസമന്വയ സിദ്ധാന്തം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും പറയും, എന്തിന് ജാതി പറയുന്നു? ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ സഹോദരങ്ങളെ, ഇന്ത്യ എന്ന ഈ ജനാധിപത്യ മഹാരാജ്യത്ത് ജാതി നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമല്ലയോ? ഇവിടെ ജാതി നിലനിൽക്കുന്നുണ്ട്. ജാതീയമായ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ സർവ്വസമ്പത്തുക്കളും വിതരണം ചെയ്യുന്നുണ്ട്. ജാതി സെൻസസ് എടുത്തിട്ട് എത്ര കാലമായി? നമുക്ക് ജാതീയമായിട്ട് കിട്ടാനുള്ളത് കിട്ടുന്നുണ്ടോ? അപ്പോൾ നമുക്ക് പറയേണ്ടി വരും, ഒരുവനുള്ളതല്ല രാജ്യനീതി, ഒരുവനുള്ളതല്ല രാജ്യനീതി. നമ്മൾ നൽകിയിടും കരമെടുത്തു, നമ്മൾ നൽകിയിടും കരമെടുത്തു പങ്കിടുന്നതെന്തും അതു നമുക്ക് പൊതുവിലാം. പൊതു ഖജനാവിൽ നിന്ന് ധനം എടുത്ത് വിനിയോഗിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് അർഹതപ്പെട്ടത് നമുക്ക് ചോദിച്ചു വാങ്ങാൻ സാധിക്കണം. അല്ലെങ്കിൽ ഗുരു പറഞ്ഞതുപോലെ സർക്കാരിലേക്ക് എഴുതിക്കൊടുത്ത് ഈ രാജ്യത്ത് ജാതി ഇല്ല എന്നുള്ള ഒരവസ്ഥ വരണം. ജാതി ഇല്ല എന്നുള്ള അവസ്ഥ എന്ന് വരുന്നോ അന്ന് വരെ നമുക്ക് ജാതി പറഞ്ഞേ പറ്റൂ. കാരണം BA-BEd എടുത്തിട്ടും ഇന്ന് തൊഴിലുറപ്പിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സഹോദരിമാരെ എനിക്കറിയാം. BA-BEd എടുത്തിട്ടും തൊഴിലുറപ്പിൽ പേര് രജിസ്റ്റർ ചെയ്ത് അവിടെ തൊഴിൽ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് നമ്മുടെ സഹോദരങ്ങള്. അതുകൊണ്ട് തന്നെ ഇവിടെ സമയം വളരെ കുറവായതുകൊണ്ട് തന്നെ ഞാനൊന്ന് ചുരുക്കാൻ ശ്രമിക്കുകയാണ്. ശ്രമം മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ സംഘടനയുടെ കീഴിൽ നമ്മുടെ ധനം എവിടെ വരണം? നമ്മുടെ സംഘടനയിൽ വരണം. ആരണം ക്രിയകൾ തേടിപ്പോയി അവിടെ ഇവിടെയുള്ള ക്ഷേത്രങ്ങളുടെ ഭണ്ഡാരങ്ങൾ നിറയ്ക്കുമ്പോൾ ഇവിടെ ഒരു കുട്ടിക്ക് ബാഗോ കുടയോ വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ, സ്കൂള് തുറക്കുമ്പോൾ ഒരു കുഞ്ഞുടുപ്പ് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ, ഒരു കിടപ്പാടമില്ലാത്തവൻ ഒരു കുഞ്ഞു പെര വെച്ചു കൊടുക്കണമെങ്കിൽ, നമുക്കൊരസുഖം വന്ന് വീട്ടിലിരിക്കുമ്പോൾ ഒരു 10,000 രൂപ എടുത്തുകൊണ്ട് എന്ന് കൊടുത്തിട്ട് ഒരു ആശ്വാസ വാക്ക് പറയണമെങ്കിൽ ഇവിടെ ധനം വേണമെന്നുള്ള കാര്യം ആരും വിസ്മരിക്കാൻ പാടില്ല. ആരണം ക്രിയകളുടെ പുറകെ പോകരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന് കീഴിൽ സംഘടിച്ചുകൊണ്ട് ശക്തരാകണം. അതിനുവേണ്ടി ഗുരു അനുഷ്ഠിച്ച ആയുസ്സും ബബുസ്സും മാത്രമല്ല,
തൻ്റെ ആയുസ്സും സുന്ദരമായ ആ ശരീരവും മാത്രമല്ല, ആത്മതപസ്സും ധന്യമായ ആത്മതപസ്സും ബലി ചെയ്ത മഹാഗുരുവിനെ നമ്മൾ അറിയുവാൻ ശ്രമിക്കണം. അപ്പോൾ യുക്തിവാദിയായ സ്റ്റേറ്റ് കാറിൽ യാത്ര ചെയ്യവേ സ്വന്തം കാര്യസാധ്യത്തിന് റിക്ഷാ വണ്ടിയിൽ യാത്ര ചെയ്ത, മാറാത്തതിനെ മാറ്റാനും ഉലയാത്തതിനെ ഉലയ്ക്കാനും വീഴാത്തതിനെ വീഴ്ത്തുവാനുമായിട്ട് ഇവിടെ പ്രവർത്തിച്ച സഹോദരൻ അയ്യപ്പൻ ഒരു സംഘടനാ ഗാനം നമുക്ക് തന്നിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വരികൾ ചൊല്ലിക്കൊണ്ട് ഞാൻ നിർത്തുവാം സഹോദരങ്ങളെ. സംഘടിപ്പിൻ സഹചരേ എന്തു നിങ്ങൾക്കാകയില്ല, സംഘടിപ്പിൻ സഹചരേ എന്തു നിങ്ങൾക്കാകയില്ല, സംഖ്യതോറും നിങ്ങളാകെ സംഘടിക്കുവിൻ. തുങ്കരമ്യ ഗംഭീര സംഘമന്ദിരങ്ങളെങ്ങും പൊങ്ങി വന്നു പറയട്ടെ സംഘശക്തിയെ. തുങ്കരമ്യ ഗംഭീര സംഘമന്ദിരങ്ങളെങ്ങും പൊങ്ങി വന്നു പറയട്ടെ സംഘശക്തിയെ. വീടടക്കമാണും പെണ്ണും, വീടടക്കമാണും പെണ്ണും യോഗമതിൽ ചേർന്നിടേണം, നാടടക്കം സമുദായം യോഗമാകേണം. ഇതിൻ്റെ അർത്ഥം ഞാൻ ചുരുക്കി പറയാം. നമ്മൾ നമ്മുടെ സംഘടനയുടെ കീഴിൽ സംഘടിക്കണം. നമ്മൾ ഒരുപാട് പേരുണ്ട്. സംഘടിച്ചാൽ നമുക്കിവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കും. തുങ്കരമ്യ ഗംഭീര സംഘമന്ദിരങ്ങളെങ്ങും പൊങ്ങി വന്നു പറയട്ടെ സംഘശക്തിയെ. നമ്മുടെ സംഘശക്തിയെ വിളിച്ചോതുന്ന വായനശാലകളും ഓഡിറ്റോറിയങ്ങളും വ്യവസായശാലകളും ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തോടൊപ്പം ഉണ്ടായിരിക്കണം. ശാഖകൾ തോറും ഉണ്ടായിരിക്കണം. നമ്മുടെ സംഘശക്തി വിളിച്ചോതുന്ന ഗംഭീര മന്ദിരങ്ങൾ വരണമെന്നാണ് ഗുരു പറയുന്നത്. എന്നിട്ട് പറയുന്നു, വീടടക്കമാണും പെണ്ണും യോഗമതിൽ ചേർന്നിടേണം. വീട്ടിലുള്ള നമ്മുടെ കുട്ടികളെ മുതൽ പ്രായമാകുമ്പോൾ എല്ലാവരെയും ഇതിലെ അംഗങ്ങളാക്കണം. നമ്മൾ പ്രായമായവർ മാത്രം പോരാ, വീട്ടിലെ എല്ലാവരെയും ഇതിലെ അംഗമാക്കണം. അതാണ് നമ്മുടെ കരുത്ത് എന്ന് യുക്തിവാദിയായ സഹോദരൻ അയ്യപ്പൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ചുരുക്കിയും അല്പ സ്പീഡിലുമാണ് പോയത്. എല്ലാവരും സദയം ക്ഷമിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഘോഷയാത്ര നടത്തേണ്ടതും മറ്റു കാര്യങ്ങളുള്ളത് കൊണ്ടുമാണ് അല്പം സ്പീഡിൽ പോയത്. കാര്യങ്ങളെ വളരെ ചുരുക്കി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മനസ്സിലായോ എന്നെനിക്ക് സംശയമുണ്ട്. എങ്കിലും ഈ എൻ്റെ എളിയ ഗുരുവചനത്തെ ഇത്രയും നേരം ക്ഷമയോടുകൂടി ശ്രദ്ധയോടുകൂടി ക്ഷമിച്ച നമ്മുടെ യാത്ര ആസ്വാദ്യകരമായിരുന്നോ? ആസ്വാദ്യകരമായ ഈ യാത്രയിൽ എന്നോടൊപ്പം പങ്കുചേർന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് സന്തോഷം അറിയിച്ചുകൊണ്ട് എന്നെ ഗുരുവചനത്തിലേക്ക് നയിച്ച എൻ്റെ ഗുരുവായ എൻ്റെ അച്ഛന് മുന്നിൽ പാതാര ബിന്ദങ്ങളിൽ പ്രണാമമർപ്പിക്കുന്നു. എനിക്ക് ഗുരുവായി തീർന്നത് സാക്ഷാൽ ശ്രീനാരായണ ഗുരു തന്നെയാണ്. ആ ഗുരുവിന് മുന്നിലാണ് ഞാൻ ബ്രഹ്മവിദ്യയെ പഠിക്കുന്നത്. ഗുരു വെളിവാക്കി തരുന്ന അറിവ് മാത്രമേ എന്നിലുള്ളൂ. എന്തെങ്കിലും വശപ്പശ കൊണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം ഉത്തരവാദിത്വത്തിൽ ഏറ്റെടുത്തുകൊണ്ട് സർവം സമർപ്പിക്കുന്നു. നാരായണ ഗുരു നാമം ജപിക്കുവിൻ, പാപങ്ങൾ പോകുമെൻ സോദരരെ. നമ്മൾക്കു നന്മകൾ വന്നതി ദേവൻ്റെ കാരുണ്യപൂരത്താൽ മാത്രമല്ലേ. നന്ദി, നമസ്കാരം.